ചണ്ഡീഗഡിലെ കൊടും ചൂടിലും ആവേശമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ്. പൊരുതാനുറച്ച അഫ്ഗാനിസ്ഥാനും തിരിച്ചടിക്കുന്ന ഇന്ത്യയും ചേർന്ന് ഇതിനകം തന്നെ മികച്ച നിമിഷങ്ങൾ സമ്മാനിച്ചു കഴിഞ്ഞു. ഇരുഭാഗത്തും മികച്ച പ്രകടനങ്ങളുമായി താരങ്ങൾ. ആദ്യ ദിനത്തിലെ ആധിപത്യം തുടരാനിറങ്ങിയ ഇന്ത്യൻ ബാറ്റർമാരെ വെള്ളം കുടിപ്പിച്ചത് അഫ്ഗാൻ പേസ് ബോളർ മുഹമ്മദ് സലീമാണ്. രണ്ടാമത്തെ ടെസ്റ്റ് മാത്രം കളിക്കുന്ന 23-കാരനായ സലീം പിഴുതത് 6 ഇന്ത്യൻ വിക്കറ്റുകൾ. അതിനുള്ള ഇന്ത്യയുടെ മറുപടി അരങ്ങേറ്റക്കാരനായ മറ്റൊരു 23-കാരനാണ് മാനവ് സുധർ. ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നേടുകയെന്ന അതിഗംഭീര റെക്കോർഡിലേക്കാണ് സുധർ പന്തെറിഞ്ഞത്. ഇന്ത്യൻ ഇടംകൈ സ്പിൻ ബോളിംഗിന്റെ പുതിയ വക്താവ് താനാകുമെന്ന പ്രഖ്യാപനം. ആദ്യ ദിനം 2 സെഞ്ചുറികളും 2 അർദ്ധ സെഞ്ചുറികളും പിറന്ന ഇന്ത്യൻ ഇന്നിംഗ്സിൽ രണ്ടാം ദിനം പിറന്നത് വാഷിംഗ്ടൺ സുന്ദറിന്റെ അർദ്ധ സെഞ്ചുറി മാത്രം. തടയിട്ടത് കൊടും ചൂടിലും തളരാതെ അതിവേഗ പന്തുകൾ എറിഞ്ഞ മുഹമ്മദ് സലീം. 140 കിലോമീറ്ററിലേറെ വേഗത്തിൽ ക്വിക്ക് ആം ആക്ഷനിലൂടെ പന്ത് സീം ചെയ്യിച്ച സലീം ഇന്ത്യൻ താരങ്ങളുടെ കണക്കുകൂട്ടലുകൾ പലപ്പോഴും തെറ്റിച്ചു. തുടർച്ചയായി ഒരേ ലെങ്ത്തിൽ എറിയാതെ ഷോർട്ട് ബോളുകളും യോർക്കറുകളും മാറി മാറി എറിയാൻ കഴിയുന്ന താരം രണ്ടാം ദിനം വീണ 5-ൽ 4 വിക്കറ്റുകളും പിഴുതു. KL രാഹുലിന്റെ 165 പന്തിലെ 100 റൺസ്, ശുഭ്മാൻ ഗില്ലിന്റെ 177 പന്തിലെ 126 റൺസ്, ഋഷഭ് പന്തിന്റെ 121 പന്തിലെ 81 റൺസ്, സായ് സുദർശന്റെ 104 പന്തിലെ 81 റൺസ്. ഇന്ത്യൻ ഇന്നിംഗ്സിന് നട്ടെല്ല് പാകിയ പ്രകടനങ്ങൾ ഇതായിരുന്നു. രണ്ടാം ദിനം വാഷിംഗ്ടൺ സുന്ദർ 52 റൺസിലെത്തവേ ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ടീം ടോട്ടൽ 8 വിക്കറ്റിന് 564 റൺസ്. ആദ്യ ദിനം 3 വിക്കറ്റിന് 368 റൺസ് നേടിയിരുന്ന ഇന്ത്യക്ക് പിന്നെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ചേർക്കാനായത് 196 റൺസ് മാത്രമാണ്. ആദ്യ ദിനം ജയ്സ്വാളിനെയും സായ് സുദർശനെയും പുറത്താക്കിയ സലീം രണ്ടാം ദിവസം ഗില്ലിനെയും ജുറൈലിനെയും അരങ്ങേറ്റ താരം മാനവ് സുധറിനെയും പിന്നെ മുഹമ്മദ് സിറാജിനെയുമാണ് പുറത്താക്കിയത്. രണ്ടാം ദിനം 600-നപ്പുറമുള്ളൊരു കൂറ്റൻ സ്കോർ ലക്ഷ്യമിട്ട ഇന്ത്യയെ തടഞ്ഞ് രണ്ടാം ദിനം തുടക്കത്തിൽ തന്നെ മുഹമ്മദ് സലീം ഗില്ലിനെ പുറത്താക്കുകയായിരുന്നു. 48 റൺസ് കൂടി ഇന്ത്യൻ സ്കോർ ബോർഡിലെത്തിയപ്പോൾ ക്യാപ്റ്റൻ ഗില്ലിനെ അദ്ദേഹം വീഴ്ത്തി. 36 റൺസ് കൂടി ചേർക്കുമ്പോൾ സെഞ്ചുറിയിലേക്ക് അടുത്ത പന്തും വീണു. പിന്നാലെ ധ്രുവ് ജുറൈൽ 19 റൺസുമായി അതേ ബൗളർക്ക് മുന്നിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. അവിടെ വലറ്റക്കാരെ കൂട്ടുപിടിച്ച വാഷിംഗ്ടൺ സുന്ദർ നടത്തിയ ചെറുത്തുനിൽപ്പാണ് ഇന്ത്യയെ 500 കടത്തിയത്. 41 പന്തുകൾ നേരിട്ട അരങ്ങേറ്റ താരം മാനവ് സുധർ 2 വീതം ബൗണ്ടറിയും 6ഉം പായിച്ചുകൊണ്ട് 28 റൺസ് നേടി. മുഹമ്മദ് സലീമിന് തന്നെയാണ് അദ്ദേഹം വിക്കറ്റ് സമ്മാനിച്ചത്. 12 പന്തിൽ 4 ബൗണ്ടറിയും ഒരു കൂറ്റൻ 6ഉമായി 22 റൺസ് അടിച്ചുകൂട്ടിയ സിറാജിന്റെ കാമിയോ ഷോയ്ക്ക് തലയിട്ടതും മിഡിൽ സ്റ്റംപ് പറത്തിയ മുഹമ്മദ് സലീമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആകെ വിക്കറ്റ് നേട്ടം 6 ഉയർന്നു. ഇന്ത്യ അഫ്ഗാൻ ടെസ്റ്റ് ചരിത്രത്തിലെ ഒരു അപൂർവ റെക്കോർഡാണ് ചണ്ഡീഗഡിൽ മുഹമ്മദ് സലീം നേടിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മത്സരങ്ങളിൽ ടെസ്റ്റിൽ ആദ്യമായി 5ഓ അതിലധികമോ വിക്കറ്റ് നേടിയ ആദ്യ താരം. 27 ഓവറുകൾ എറിഞ്ഞതിൽ 3 മെയ്ഡൻ ഓവറായിരുന്നു. 140 റൺസ് മാത്രമാണ് പേരുകേട്ട ഇന്ത്യൻ ബാറ്റർക്ക് മുന്നിൽ ഇത്രയും ഓവറിൽ നിന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തുടക്കക്കാരനായ മുഹമ്മദ് സലീം വഴങ്ങിയതെന്നത് അഫ്ഗാൻ എന്ന രാഷ്ട്രത്തിന് താരത്തിലുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മറുപടി അരങ്ങേറ്റ താരം മാനവ് സുധർ എന്ന 23-കാരനിലൂടെയായിരുന്നു. ജഡേജയുടെയും അക്സർ പട്ടേലിന്റെയും അഭാവത്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഇടംകൈയൻ ലെഫ്റ്റ് ആം സ്പിൻ ഓൾറൗണ്ടറാണ് താനെന്ന് ആദ്യ മത്സരത്തിൽ തന്നെ സുധർ സൂചന നൽകുന്നു. നേരത്തെ ബാറ്റ് കൊണ്ട് പ്രതീക്ഷ കാത്ത സുധർ പന്തെടുത്തപ്പോഴും അത് ആവർത്തിച്ചു. ബാറ്റിനേക്കാൾ വലിയ വജ്രായുധമാണ് തന്റെ പന്തെന്ന് സുധർ തന്റെ ആദ്യ ഓവറിൽ തന്നെ സാക്ഷ്യപ്പെടുത്തി. ബാറ്റിംഗിൽ 9-മനായി ഇറങ്ങി 28 റൺസ് നേടിയ സുധർ അഫ്ഗാൻ ഇന്നിംഗ്സിലെ ആദ്യ വിക്കറ്റ് പിഴുതുകൊണ്ട് പന്തുകൊണ്ടും വരവറിയിച്ചു. ടെസ്റ്റിൽ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുത്ത താരങ്ങളുടെ പട്ടികയിലേക്കാണ് സുധർ കടന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എറിഞ്ഞ 4ാം പന്ത് തന്നെ അഫ്ഗാൻ ഓപ്പണറുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ഫീൽഡറുടെ കയ്യിലെത്തി. ആദ്യ പന്ത് തന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. പുഷ് ഡ്രൈവിന് ശ്രമിച്ച മാലിക്കിനെ മറികടന്ന് പന്ത് സ്പിൻ ചെയ്തു പോയി. 2ഉം 3ഉം പന്തുകൾ ഓഫ് സ്റ്റംപ് ലൈനിന് പുറത്ത് കുത്തി ടേൺ ചെയ്തു. വീണ്ടും അതേ പന്ത് പ്രതീക്ഷിച്ച് ഓഫ് സ്റ്റംപ് ലൈനിലേക്ക് നീങ്ങി ലെഗ് സൈഡിലേക്ക് കൂറ്റനടിക്ക് ശ്രമിച്ച മാലിക്കിനെ കബളിപ്പിച്ച പന്ത് ബാറ്റിൽ ടോപ്പ് എഡ്ജായി സ്ലിപ്പിലേക്ക് ഉയർന്ന് സിറാജിന്റെ കൈകളിൽ അവസാനിക്കുകയായിരുന്നു. ആ പന്ത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കളിക്കുന്ന ഒരു ബോളറുടെ തെളിവാണ്. ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുക്കുന്ന 3ാമത്തെ ബോളർ. ഇംഗ്ലണ്ടിനെതിരെ 4ാം പന്തിൽ വിക്കറ്റ് എടുത്ത ടിനു യോഹനാനും ശ്രീലങ്കയ്ക്കെതിരെ തന്റെ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് എടുത്ത നീലേഷ് കുൽക്കർണിയുമാണ് മുൻഗാമികൾ. ടീമിലുണ്ടായിരുന്ന ഹർഷ് ദുബെ എന്ന ഇടംകൈ സ്പിൻ ഓൾറൗണ്ടറെ മറികടന്നാണ് അന്തിമ 11-ൽ സുധറിനെ ഉൾപ്പെടുത്തുന്നത്. ആ തീരുമാനം തെറ്റായിട്ടില്ലെന്ന് കിട്ടിയ ആദ്യ അവസരത്തിൽ തന്നെ അദ്ദേഹം തെളിയിക്കുകയാണ്. ജഡേജയ്ക്കും അക്സറിനും ശേഷം ഇടംകൈ സ്പിൻ കരുത്തായി താൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിലേക്കുള്ള അഫ്ഗാന്റെ അരങ്ങേറ്റം തന്നെ ഇന്ത്യക്കെതിരെയായിരുന്നു. 8 വർഷം മുൻപ് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ.
ICC ടെസ്റ്റ് പദവിയുള്ള 12 രാജ്യങ്ങളിൽ പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും സിംബാബ്വേയും ടെസ്റ്റിൽ അരങ്ങേറിയതും ഇന്ത്യക്കെതിരെ തന്നെയാണ്. പാകിസ്ഥാൻ ദില്ലി ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിൽ 1952-ലും പിന്നെ ഒരു 30 വർഷം കഴിഞ്ഞ് 1982-ൽ ശ്രീലങ്ക ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലും ആദ്യമായി ഇന്ത്യക്കെതിരെ ടെസ്റ്റ് കളിച്ചു. സിംബാബ്വേയും ബംഗ്ലാദേശും അവരുടെ രാജ്യങ്ങളിലാണ് ഇന്ത്യക്കെതിരെ അരങ്ങേറിയത്. ഇന്ത്യ ടെസ്റ്റിൽ അരങ്ങേറിയത് ക്രിക്കറ്റിന് മക്കയായ ലോർഡ്സിൽ 1932-ലായിരുന്നു. 2020 ലോകകപ്പിലും IPL-ലുമായി മുങ്ങിപ്പോയ ഇന്ത്യൻ ക്രിക്കറ്റിനെ വീണ്ടെടുക്കൽ കൂടിയാണ് ഈ ഏക ടെസ്റ്റിൻ്റെ ദൗത്യം. ICC റാങ്കിങ്ങിലെ ആദ്യ 9 രാജ്യങ്ങളെ മാത്രം പരിഗണിക്കുന്നതിനാൽ അഫ്ഗാനിസ്ഥാനുമായുള്ള ഈ മത്സരം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോരിലും ഇന്ത്യയെ സഹായിക്കുന്നില്ല. റാങ്കിങ്ങിന് പുറത്തുള്ള അഫ്ഗാനും സിംബാബ്വേക്കും അയർലൻഡുമെല്ലാം ഇത്തരം മത്സരങ്ങൾ അവരുടെ മികവിൻ്റെ മാറ്റുരയ്ക്കലിൻ്റെ വേദി മാത്രമാണ്. അവിടെ മുഹമ്മദ് സലീമിനെ പോലെയുള്ള കൂടുതൽ താരങ്ങൾ ഉയർന്നു വരാം. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ടീമിൻ്റെ ബാക്കപ്പ് പരിശോധനാ വേദിയാണ് ചണ്ഡീഗഡ് ടെസ്റ്റ്. കോഹ്ലി, രോഹിത്, ബുംറ, ജഡേജ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ അഭാവത്തിൽ ശക്തമായ യുവനിരയുടെ പരീക്ഷണ വേദിയാണ് ഇന്ത്യക്ക് ഈ മത്സരം. ഗില്ലിൻ്റെ സെഞ്ചുറിക്കൊപ്പം സായ് സുദർശൻ നേടിയ 81 റൺസ് ജയ്സ്വാളിന് പുറമെ പുതിയൊരു ഓപ്പണറെ കൂടി ഉറപ്പു നൽകുന്നുണ്ട്. വിദേശ പര്യടനങ്ങളിൽ സായിയുടെ സാങ്കേതിക മികവ് മുതൽക്കൂട്ടാവുകയും ചെയ്യും. IPL-ൽ പാടെ മങ്ങിയ ഋഷഭ് പന്ത് ടെസ്റ്റിൽ തൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കുന്നുണ്ട്. കൗണ്ടർ അറ്റാക്കിംഗ് ബാറ്റിങ്ങിലൂടെ പന്ത് നേടിയ 81 റൺസ് ഇനിയുള്ള വലിയ മത്സരങ്ങളിൽ ടീമിൻ്റെ പ്രതീക്ഷയാണ്. ഒപ്പം മാനവ് സുധർന്ന പുതിയ ഓൾറൗണ്ടറുടെ ഉദയവും ഈ ടെസ്റ്റ് ഇന്ത്യക്ക് സമ്മാനിക്കുന്ന അധിക ബോണസാണ്.